ചെറിയ വേരിയേഷൻ കാണിച്ചു. അറ്റാക്കിന്റെ ചെറിയൊരു ഇതാന്ന് അവര് പറഞ്ഞത്. ഹലോ കൂട്ടുകാരെ, അപ്പൊ ഹലോ കൂട്ടുകാരെ, ഡോറോജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളം കുടിക്ക്. പാൽക്കുപ്പി കേട്ടോ, പാൽക്കുപ്പി വേണ്ട, ഇതുവഴി വലിച്ചാ കുടിക്കുന്നത്. കൊച്ചു മറ്റേ പാൽക്കുപ്പി, ഇവളുടേത് 2 ലിറ്ററിന്റെ പാൽക്കുപ്പി. വെള്ളം കുടിക്കണം എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു, പക്ഷെ പാൽക്കുപ്പി കുടിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എളുപ്പമുണ്ട്, ഒഴിച്ച് ഇങ്ങനെ കുടിക്കണ്ടല്ലോ. ഇങ്ങനെ കുടിക്കുമ്പോ മൊത്തത്തിലെ കൂടി ആകത്തില്ലല്ലോ. ഇവർക്ക് കിടന്നോണ്ടായാലും കുടിക്കാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ച കുപ്പിയാ. ഇതാകുമ്പോഴത്തേക്ക് വെള്ളം എടുത്ത് കൊടുക്കണ്ട. ഇവർക്ക് എഴുന്നേറ്റ് പോയി വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. നമ്മളിവിടെ വെച്ചാലും വെള്ളം എഴുന്നേറ്റ് പോയി കുടിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ബെഡേൽ അങ്ങനെ ഇട്ടേക്ക്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കുടിച്ചോളും. ഗബ്രൂസിന് കളിക്കാനും ആവും. ആ അതാ ഗബ്രു എന്റെ തുടണ്ടായിരുന്നു. മര്യാദക്ക് ഇരുന്ന് കൊച്ചിനെ ഇട്ട് പിടിച്ചോ, തോണ്ടി കരയിപ്പിച്ചിട്ടായി. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ ചെറിയ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. കുറേ ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു. എല്ലാവർക്കും അറിയാം, നമ്മൾ ഹോസ്പിറ്റലും വീഡിയോ ആയിട്ട് എല്ലാം നടക്കുകയാണ്. എപ്പോഴും നമുക്കിപ്പോൾ ഹോസ്പിറ്റലും വീട്ടിലും കാര്യം എടുത്തിടാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടായിരുന്നു. കാരണം ഇവന് ഡോറയ്ക്കും വയ്യായിരുന്നു, ഇവക്ക് വയ്യായിരുന്നു, എനിക്ക് വയ്യായിരുന്നു. ഡോറയ്ക്ക് വയ്യായിരുന്നു, നമ്മുടെ ഗബ്രൂട്ടനെ വയ്യായിരുന്നു, എനിക്കും വയ്യായിരുന്നു. ഗബ്രൂട്ടനായിരുന്നു, ഞങ്ങളിൽ കൂടുതൽ ഗബ്രൂട്ടനായിരുന്നു. ശ്വാസം മുട്ടലും ജലദോഷം, മൂക്കൊലിപ്പ്, കഫക്കെട്ട്. അപ്പൊ നമ്മള് എപ്പോഴും ഇങ്ങനെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്, ആ സമയത്തുള്ള കാര്യങ്ങളൊന്നും പറയാതിരുന്നത്. ഗബ്രൂട്ടിന് ഭയങ്കര കൂടുതലായിരുന്നു. സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ കഫക്കെട്ട് വന്നു. സ്കിൻ ഇൻഫെക്ഷൻ ഫുള്ള് മാറി. ഇത് ഈ ഭാഗം മൊത്തവും സ്കിൻ ഇൻഫെക്ഷൻ ആയിരുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട്. പിന്നെ കൈയുടെ ഉള്ളം കൈയുടെ 2 ഉള്ളം കൈ, കാലിന്റെ 2 ഉള്ളം കാല്, പിന്നെ ബാക്കില് തൊടയിടുക്കെല്ലാം ഇൻഫെക്ഷൻ ആയിരുന്നു. എന്താണെന്ന് അറിയത്തില്ല. ഡോക്ടർ എന്തോ വേറൊരു പേരാ പറഞ്ഞത്. ഡൈപ്പറിന് അതൊന്നും വന്നേയല്ല. പിന്നെ ഈ കഫക്കെട്ടിലുണ്ടായിരുന്നു, തലയുടെ ബാക്കിലൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ച് മുട്ട ഇവന് വന്നിട്ടും കൊടുക്കുന്നുണ്ട്. നീ അതിന്റെ അന്നൊക്കെ വിചാരിച്ച് മുട്ട കൊടുക്കലൊക്കെ നിർത്തിയാന്നില്ലേ? മുട്ട കൊടുക്കത്തില്ലായിരുന്നു. പിന്നെ മറ്റേ ഡെയിലി ഒരു മുട്ട വീതം പുഴുങ്ങി മോന് കൊടുക്കുമായിരുന്നു, കഴിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങൾ പിന്നെ മുട്ട കൊടുക്കത്തില്ല. അതിൻ്റെ ആ ഒരു പേടി ഉള്ളതുകൊണ്ട് അങ്ങനെ മുട്ട ഇപ്പോൾ കൊടുക്കില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ പിന്നെ വീഡിയോസ് ഇടാതിരുന്നത്. അപ്പോൾ എല്ലാവരും മെസ്സേജ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ രാവിലെ ഇൻസ്റ്റ വന്നപ്പോഴത്തേക്കും ചേച്ചി ഞാൻ നിങ്ങളുടെ വലിയ ബിഗ് ഫാനാ, ഡെയിലി വീഡിയോസ് ഇടണം, ഞാൻ നോക്കിയിരിക്കുകയാണ്. ഒരു ചേച്ചി എനിക്ക് മെസ്സേജ്, മോനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ജോലി കഴിഞ്ഞിട്ട് വന്ന് ആദ്യം നോക്കുന്നത് നിങ്ങളുടെ വീഡിയോസ് ഉണ്ടോയെന്ന്. പക്ഷേ മിക്കപ്പോഴും കാണാറില്ല. ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കണേ, അപ്പോഴേ നിങ്ങൾക്കൊരു വരുമാനമൊക്കെ വരുത്തുള്ളൂ. ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചി എനിക്ക് മെസ്സേജ് ഒക്കെ ചെയ്ത്. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഞാൻ വേറൊരു ചേച്ചിനെ വിളിച്ചപ്പം പറഞ്ഞതാ, ഫാമിലി വ്ളോഗ് ഞാൻ അങ്ങനെ കാണാറില്ല, പക്ഷെ നിങ്ങളുടെ വീഡിയോസ് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടം, അത് കാണാറുണ്ട് അതുകൊണ്ടെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. നമ്മൾ വലിയ സംഭവങ്ങളായിട്ടുള്ള വീഡിയോസൊന്നും ഇടുന്നില്ലെങ്കിലും നമ്മുടെ കൊച്ചു വിശേഷങ്ങളാണ് ഇടുന്നെങ്കിൽ അത് കാണാനും നമ്മളെ സ്നേഹിക്കാനും ഒരുപാട് പേരുണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ നമ്മളിപ്പോഴാണെങ്കിൽ 1 ലക്ഷം സബ്സ്ക്രൈബർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ആ ഒരു 1 ലക്ഷം സബ്സ്ക്രൈബർ എന്നുള്ള ഒരു ഇതിലോട്ട് വിചാരിച്ചില്ല. നമ്മളിപ്പോ ചാനൽ തുടങ്ങിയിട്ട് എത്ര ആഴ്ച? ചാനൽ തുടങ്ങിയിട്ട് 2 കൊല്ലം ആവാറായി. കാരണം ഇവള് വന്നൊരു 3 മാസം കണ്ട കഴിഞ്ഞപ്പോഴാണ് നമ്മള് ചാനൽ ഷോർട്സ് ഇടയ്ക്കുള്ള ഷോർട്സ്, അതായത് മാസത്തിൽ ചിലപ്പോൾ 1-2 ഷോർട്സ് അത്രേ ഉള്ളൂ. ലോങ് വീഡിയോ ഇട്ട് തുടങ്ങിയത് ഇവളുടെ പ്രഗ്നൻസി ടൈമിലാണ് നമ്മൾ ലോങ് വീഡിയോ ഇട്ട്. ആ സമയത്ത് ഞങ്ങൾ അറിയുന്ന, സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമെന്നൊക്കെ അറിയുന്നത് നമ്മൾ ആ സമയത്ത്. ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതെന്താ എങ്ങനെ ചെയ്യേണ്ട, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. നമുക്ക് മോണിറ്റൈസേഷൻ എല്ലാം ചെയ്തു തന്നത് എപ്പിക്കപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബറാണ് നമുക്ക് മോണിറ്റൈസേഷൻ എല്ലാം ചെയ്തു തന്നത്. അവരാണ് നമ്മുടെ ഡോറാബുജി ക്യൂട്ട് ഫാമിലിയുടെ മോണിറ്റൈസേഷനും കാര്യങ്ങളും ചെയ്തു തന്നത്. കറക്റ്റ് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നതൊക്കെ അവരായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വന്നില്ല. എല്ലാവരും കറക്റ്റായിട്ട് നമുക്ക് ചെയ്തു തന്നായിരുന്നു.
അതെ, അതിൽ ഒരുപാട് സന്തോഷം അവരോടും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അത് മാത്രമല്ല, യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന യൂട്യൂബിനെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് ഈ പ്ലേ ബട്ടൺ കിട്ടുക എന്നുള്ളത്. അതായത് സിൽവർ പ്ലേ ബട്ടൺ ആയാലും ഗോൾഡൻ ആയാലും ഡയമണ്ട് ആയാലും ശരി തന്നെ അത് കിട്ടുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഒത്തിരി പേരുടെ സ്വപ്നമാണത്. അപ്പം ആ ഒരു സ്വപ്നത്തിലോട്ട് ഞങ്ങൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. എന്താ ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളും. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇപ്പൊ ഇടയ്ക്ക് അച്ഛാന്നും അമ്മാന്ന് വിളിക്കും. പക്ഷെ ഈ അച്ഛാന്നൊന്നും ഈ അച്ഛാന്നൊന്നും ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അബ്ബാന്ന് പറഞ്ഞു. ഇവിടെ അച്ഛാന്ന് ആരും വിളിക്കാറില്ല. പപ്പ അല്ലെങ്കിൽ വല്യപ്പ ഇങ്ങനെ വിളിക്കുന്നത്. അച്ഛാന്ന് വിളിക്കാറേ ഇല്ല ഇവിടെ ആരും. എന്നിട്ടും ഇതെങ്ങനെ പഠിച്ചു എന്നറിയാൻ വയ്യ. പക്ഷെ ആദ്യം വിളിച്ചത് അമ്മ, പിന്നെ അബ്ബാന്ന് കുറെ നാൾ എന്നെ അബ്ബാന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. അബ്ബാന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇപ്പോഴും അബ്ബാന്ന് വിളിക്കാറുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അച്ഛാന്നുള്ള വിളിയും കയറി വരും. അത് എവിടുന്ന് വന്നയാണെന്നുള്ളത് മനസ്സിലാവില്ല, അറിയുന്നില്ല. ഇന്ന് കുറെ തവണ അമ്മ അമ്മ എന്ന് വിളിച്ചു കരുതും. അപ്പൊ എന്റെ സഹധർമ്മിണി മുന്നതെടുത്തടാ, എൻ്റെ സഹധർമ്മിണി എനിക്ക് ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റാണ് ഫാമിലി ഫോട്ടോസ്. ഫാമിലി ഫോട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ, മോന്, പ്രിൻസി, പിന്നെ നമ്മുടെ ഡോറ, ഗബ്രൂട്ടൻ, എത്രയും പേരുള്ള ഒരു ഫോട്ടോ, പിന്നെ ഞാൻ, നാസി, ഷെമി, ഡോറ ഉള്ള ഒരു ഫോട്ടോ, പിന്നെ ഞാനും മോനും തമ്മിലുള്ള ഞാനും മോനും തമ്മിലുള്ള 2 ഫോട്ടോ, പിന്നെ ഞാനും മോനും ഡോറയും തമ്മിലുള്ള ഒരു ഫോട്ടോ, മോനും നാസിയും തമ്മിലുള്ള ഒരു ഫോട്ടോ, പിന്നെ ഷെമിയും മോനും തമ്മിലുള്ള ഒരു ഫോട്ടോ, പിന്നെ വീണ്ടും ഞാനും മോനും ഡോറയും തമ്മിലുള്ള ഒരു ഫോട്ടോ. അത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഫോട്ടോ എല്ലാം സെലക്ട് ചെയ്തത് നാസിയാണ്. നാസിയല്ലേ ഫോട്ടോ സെലക്ട് ചെയ്തത്? ഈ ഫോട്ടോസ് എല്ലാം ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത്. നീയാണോ ഫോട്ടോസ് എല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തത്? ആ, ഓക്കേ. നാസിക്ക് ആകെ ഇതിനകത്ത് ബന്ധമെന്ന് വെച്ചാൽ ഷെമീനെ ഇത് മേടിക്കാൻ കൊണ്ടുപോയി എന്നുള്ളതേ ഉള്ളൂ. ആണോ? പിന്നെ അറിയായിരുന്നു ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യമൊക്കെ. ഈ ഇന്ന സംഭവം എന്ന് വെച്ചാൽ വിച്ചാന് ഗിഫ്റ്റ് കൊടുക്കാൻ എന്നെ കൊണ്ട് ഇപ്പൊ പറ്റത്തില്ല. കാരണം പുറത്തു പോകണമെങ്കിലും ഗിഫ്റ്റ് മേടിക്കാൻ സർപ്രൈസ് കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. കഴിഞ്ഞ 2 തവണ ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനിങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ഷെമീനെ വിളിച്ച്, നാസിയുടെ വൈഫിനെ, അപ്പോൾ വിനോദ് ചേട്ടന് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട്, എന്തോ ചെയ്യൂടെ എന്ന് ചോദിച്ചു. അന്നേരം കുറേ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഫോട്ടോ ഫ്രെയിം കൊടുക്കാമെന്ന് പറഞ്ഞു. അതാകുമ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫോട്ടോ അയച്ചു കൊടുത്താൽ മതിയല്ല. അങ്ങനെ ഷെമിക്ക് അയച്ചു കൊടുത്ത്, ഷെമിയുടെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്ത്, അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ഫ്രെയിം കിട്ടിയിട്ട് ഇത് ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇവര് ഇച്ചായന് സർപ്രൈസ് കൊടുക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയായിരുന്നു. അത് ഇച്ചായന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അന്ന് നിങ്ങൾ വരുമ്പം കൊണ്ടുവന്നാൽ മതി, നിങ്ങളുടെ കയ്യിലിരുന്നോട്ടെ എന്ന് പറഞ്ഞു. പേയ്മെൻറ്റ് ചെയ്യാനും പറ്റത്തില്ല, അതും ഇച്ചായന് അറിയും. ഗൂഗിൾ പേയും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും എല്ലാം ഫോൺ എടുക്കുന്നതുകൊണ്ട് അറിയുന്നതുകൊണ്ടൊന്നും കണ്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കൊടുത്തു. അങ്ങനെ ഇത് അവരുടെ കയ്യിൽ കിട്ടി. നാസി അന്ന് ഇവര് വീഡിയോ എടുക്കാനും കണ്ട് പോകാൻ വേണ്ടി തുടങ്ങുമായിരുന്നു അല്ലേ. എന്നിട്ട് നാസി എന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നും പോകുന്നില്ല. ബർത്ത്ഡേ ആയതുകൊണ്ട് നാസി പറഞ്ഞു അല്ലെന്നാ ഇത് ഫോട്ടോസ് ഇതിന്റെ ശരിയാക്കുന്നതിന്റെ അന്ന് ഞാനാണെങ്കിൽ പറഞ്ഞ് വീഡിയോ എടുക്കാൻ പോകണം. അപ്പൊ ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പൊ നാസിയാണെങ്കിൽ വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാസിയും കൂടെ അന്ന് വഴക്കൊക്കെ കിട്ടി. ഞങ്ങൾ കിട്ടിവിടുന്ന് പറയാ, വിനോദ് ചേട്ടൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞിടേ ഈ കാര്യം ഇത് മേടിക്കാൻ വേണ്ടി പോവാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ എന്നിട്ട് അവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി. കാരണം മറ്റേ ചാനലിൽ നമ്മൾ വീഡിയോസ് ഇടുന്നില്ല, അതില് ഒന്നും ആയില്ല. മോണിറ്റൈസേഷൻ ആയതിനു ശേഷം പിന്നെ ഈ നിമിഷം വരെ അതിനകത്ത് വീഡിയോ ഇട്ടിട്ടില്ല. മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കണ്ട എല്ലാ വീഡിയോ അതിനകത്ത് വാരി ഇട്ട്. പക്ഷെ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ഇതുവരെ അതിനകത്ത് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെയാണെങ്കിൽ വല്ലപ്പോഴും ആഴ്ച വരണോ മാസത്തിൽ വരണോ ഒക്കെ അതിനകത്ത് ഇപ്പോൾ ഇടുന്നുള്ളൂ. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ വീഡിയോ എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം, നമുക്കൊരു വരുമാനം വേണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് അന്ന് ചൂടായി. എന്നിട്ട് ഈ പൊട്ടൻ ഇതൊന്നും പറയുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് ചൂടായി. അന്നേരം ഇത് മേടിക്കാൻ അവർ പോകണമായിരുന്നു. അത് വൈകിട്ട് 4 മണിക്കായിരുന്നു ചെല്ലാനാ കൊച്ചു പറഞ്ഞിരിക്കുന്നത്. കൊച്ചിറ വരെ കൊണ്ടുത്തരും, അവിടെ പോയി മേടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഷെമി നാസിയും കൂടെ അത് പോയി മേടിച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ച്. അതിനുശേഷം ഞങ്ങളിത് കണ്ടിട്ടില്ല കേട്ടോ, ഇങ്ങനെ ചെയ്തേന്നൊക്കെ. എനിക്ക് സത്യത്തില് സർപ്രൈസ് ആയത് ഇതൊന്നും അല്ല കേട്ടോ. ഇവിടെ തന്ന സന്തോഷമായി, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് സർപ്രൈസ് ആയത് കാരണം വെച്ചാല് ഇതുവരെ നാസി എനിക്ക് ഒരു ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടില്ല. ഈ നിമിഷം വരെ എനിക്ക് ബർത്ത്ഡേക്ക് ഒരു വിഷുവലും ചെയ്യാത്തൊരുത്തനാ. ഒരു വാട്സപ്പിൽ ഒരു സ്റ്റോറി ഇടും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടും എന്നുള്ളതല്ലാതെ എനിക്ക് വിഷ് ചെയ്യാറില്ല.
അവൻ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. അപ്പം ഞാൻ അന്ന് ഇവനെ വിളിച്ചിട്ട്, ഞങ്ങളെല്ലാം പക്ക പ്ലാനിങ് ആയിരുന്നല്ലോ, ഞാൻ അന്ന് ഇവനെ വിളിച്ചിട്ട് എവിടെ പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ച്. അപ്പം ഇന്നില്ലടാ അവന് ഇവിടെ കായംകുളം കഴിഞ്ഞൊരു സ്ഥലമുണ്ട്, അവരുടെ ബന്ധുവിൻ്റെ വീട്. അപ്പോൾ അവിടെ പോകണം, അതുകൊണ്ട് ഇന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് അടുക്കളയിൽ കയറി ജോലിയെല്ലാം ഒതുക്കി കാപ്പി ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കൊടുത്തിട്ട് ഞാൻ അടുക്കളയിൽ ഇരുന്ന കാപ്പി കഴിക്കണം, ചോറും കറിയും വെക്കണം എന്നേരം. അപ്പോൾ അതും വെക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ അടുക്കളയിൽ ഇരുന്ന് തന്നെ കഴിക്കുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന്, അതായത് സിനിമയും കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്, പെട്ടെന്ന് പുറകെ നിന്ന് വന്ന ഒരാൾ വിളിച്ചു. അത് ഞെട്ടിപ്പോയി, ഭയങ്കരമായിട്ട് ഞാൻ ഞെട്ടി. അതിനകത്ത് കണ്ടറിയാം. അതുപോലെ എൻ്റെ കൈയും കുക്കറിൽ ഇറച്ചി വേവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, കൈയും തട്ടി, കൈയും പൊള്ളി കുക്കറിൻ്റെ ഇതിൽ തട്ടിയിട്ട്. ഇപ്പോഴും ഇതായിട്ടില്ല, കരിഞ്ഞിട്ടില്ല. അപ്പോൾ സത്യത്തിൽ അതെനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം കേക്കും കൂടെ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത്, അതാണ് എനിക്ക് ഭയങ്കര ഷോക്കായി. എനിക്ക് കേക്ക് മേടിക്കണമെങ്കിൽ പുറത്തു പോകാൻ പറ്റാൻ ഓർഡർ ചെയ്യാൻ ആൾക്ക് അറിയും, ഇച്ചാൻ അറിയാം എങ്ങനെയായാലും. ഇച്ചാൻ മാറി തക്കത്തിന് തന്നെ. ഇച്ചാൻ കുളിക്കാൻ പോകുമ്പോൾ ഭയങ്കര സമയം എടുക്കും തിരിച്ചു വരാൻ. ആ സമയത്താണ് ഞാൻ ഷെമി ഇത് പ്ലാൻ ചെയ്തത്. എന്നും നിശ്ചയം കുളിക്കാൻ കയറുമ്പോഴത്തേന് ഷെമീനെ ഞാൻ അങ്ങോട്ട് വിളിക്കും, ഷെമി എന്തായി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയായിരുന്നു ഇത് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് കേക്ക് മേടിക്കാനും പറ്റത്തില്ല. അങ്ങനെ അപ്പോൾ അവർ കേക്ക് മേടിച്ചുകൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അങ്ങനെ സർപ്രൈസായി. അത് സത്യം പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേക്ക് അമ്മ ഉള്ള സമയത്ത് ഒരു തവണ അമ്മ കേക്ക് വാങ്ങിച്ച് എനിക്ക് മുറിപ്പിച്ചു. അല്ലാതെ ആണെങ്കിൽ അമ്മ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും, ഒന്നെങ്കിൽ പായസം വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബിരിയാണി എന്തെങ്കിലും അങ്ങനെ വെക്കാറാ പതിവ് ഇവിടെ. അല്ലാണ്ട് ഇതുവരെ അങ്ങനെ കേക്ക് മേടിച്ച് അങ്ങനെ മുറിക്കാൻ നിന്നിട്ടില്ല. ഒരു തവണ മാത്രമേ ഉള്ളൂ അമ്മ എന്നെ പോയി, അമ്മയും അനിയത്തി, അന്ന് സിനിയൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ പ്രിൻസിൻ്റെ അമ്മയും അച്ഛനൊക്കെ ഉള്ള സമയം. അപ്പോൾ സിനി അമ്മയും കൂടെ പോയിട്ട് കേക്ക് മേടിച്ച്. അന്ന് ഞാൻ സിനിയും കൂടെയാണ്. ഇച്ചായൻ അന്ന് ഈനെ പറഞ്ഞ നാസിയുടെ വാപ്പ വയ്യാതെ വണ്ടാനത്ത് കടന്ന സമയത്ത് ഇച്ചായൻ പോയി, പ്രതീക്ഷമായിട്ട് പോയി. അന്നേരം ഞങ്ങൾ മനസ്സിലേട്ട് വെട്ടി. അന്ന് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമായിരുന്നു, കുഴപ്പമൊന്നുമില്ല, ഞാൻ വന്ന് അടയ്ക്കാം. അങ്ങനെ ഞാനും സിനിയും കൂടെ ഭരണിക്കാവ് കട കയറി ഇച്ചായന് ഡ്രസ്സൊക്കെ മേടിച്ച് ഞങ്ങൾ എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ച്, എന്നിട്ട് പിറ്റേ ദിവസം 12 മണിക്കും കണ്ട് കൊടുത്ത്. അങ്ങനെ അതും ഒരു സർപ്രൈസ് ആയിരുന്നില്ലെന്ന് പറയുന്നില്ല. പക്ഷേ എനിക്ക് അതിനേക്കാളും വലിയ സർപ്രൈസ് ഈ പ്രാവശ്യം കിട്ടിയത്. കാരണം ഇത്രയും നാളും വിഷ് ചെയ്യാത്ത ഒരാൾ ഓടി വന്ന് വിഷ് ചെയ്ത്, അത് അവന് ആക്സിഡന്റ് പറ്റിയിട്ട് നടക്കാൻ വയ്യാതിരിക്കും കേട്ടോ, കാലൂടെ നടക്കാനൊന്നും പറ്റത്തില്ല. അവനാണെങ്കിൽ റോഡിൽ നിന്ന്, ഷെമി പറഞ്ഞ് അവൻ റോഡിൽ നിന്ന് വണ്ടി അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഒറ്റ ഓട്ടം ഓടിയെന്ന്. ആ ഓട്ടം ഓടി വന്ന് നിന്നത് അടുക്കളക്കകത്ത. അവൻ ആ വയ്യാത്ത കാലം വെച്ചിട്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് ഈ പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമ്പോഴാണല്ലോ കൂടുതലായിട്ട് നമുക്ക് സന്തോഷം തോന്നുക. പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന് കിട്ടുന്നതിന് വലിയ സന്തോഷം തോന്നാറില്ല. അപ്പോ ഞാൻ എന്ത് തരീച്ച എന്നെ കൊണ്ടൊന്നും തരാൻ പറ്റത്തില്ല. അന്ന് ബർത്ത്ഡേയുടെ അന്ന് രാത്രി എന്നോട് പറയുന്നുണ്ട്, 12 മണിക്ക് വിഷ് ചെയ്തതിന് ശേഷം പറയുന്നുണ്ട്, ഇച്ചായനൊന്നും എനിക്ക് തരാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ പറയും, അതൊന്നും കുഴപ്പമില്ല, അതിലൊന്നും കാര്യമില്ല, അതൊന്നും വേണ്ടെന്ന് ഞാൻ ഉള്ളിടത്ത് അന്നേരം പറയുകയും ചെയ്യുന്നത്. പക്ഷെ പിറ്റേ ദിവസം ഇത് കിട്ടിയപ്പോൾ സത്യത്തിൽ സന്തോഷമായി കേട്ടോ. സന്തോഷം എന്ന് വെച്ചാൽ സീരിയസ് ആയിട്ട് സന്തോഷമായി. കാരണം ഫാമിലി ഫോട്ടോ വരണം, എൻ്റെയും ഡോറയുടെയും മോൻ്റെ ഒരു ഫോട്ടോ ആണെങ്കിൽ അവിടെ ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന് കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഇതുവരെ അത് നടന്നിട്ടില്ല. ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഞങ്ങൾ അങ്ങനെ കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ അങ്ങനെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഫോട്ടോസ് പോട്ടെ, ഒരു നല്ലൊരു ചെറിയ ചടങ്ങ് പോലും നടത്താൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇനിയുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ മോൻ്റെ മാമോദീസായും അതുപോലെ തന്നെ മോൻ്റെ ജന്മദിനവും കൂടെ ആഘോഷിക്കണം എന്നുണ്ട്. ദൈവം തമ്പുരാൻ അറിയാം അതൊക്കെ ആകെ നടന്നത് ഇവളുടെ 7ാം മാസത്തിലെ ചടങ്ങ് മാത്രം നടന്നു. എന്തോ ഭാഗ്യം കൊണ്ട് അത് നടന്നു. അല്ലാതെ സത്യം പറഞ്ഞാൽ ഒന്നും നടക്കാറില്ല. എന്തെങ്കിലും ഒന്നെങ്കിൽ ഹോസ്പിറ്റൽ കേസ് വരും, അല്ലെ ആ സമയമാകുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാണ്ടാവും. എന്തായാലും തടസ്സങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഉള്ളൊരു സങ്കടം എന്ന് വെച്ചാൽ എനിക്ക് ഇവർക്ക് ഡോർക്കൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഞങ്ങൾ ഉറങ്ങാതിരുന്നൊരു രാത്രിയുണ്ട്. സംഗതി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറിയതായിട്ട് ഒരു 3-4 ദിവസം കൊണ്ട് നെഞ്ചുവേദന ഉണ്ട്. അപ്പം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് പെട്ടെന്ന് പറഞ്ഞു വേറൊരു കാർഡിയോ കാണണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. ഇച്ചാനാണെങ്കിലേ കുറേ ദിവസം കൊണ്ട് പറയുന്നു ഇങ്ങനെ നെഞ്ചുവേദന ഉണ്ടെന്ന്. അപ്പം വെയിറ്റ് എടുക്കുന്നതിൻ്റെയൊക്കെയാന്ന് വിചാരിച്ചു. എന്നിട്ട് വൈകുന്നേരം രാത്രിയല്ലേ ആശുപത്രി പോയി ECG എടുത്തു. അപ്പോൾ ആള് താമസിച്ച വന്നു കഴിഞ്ഞത്തേനും റൂമിലോട്ട് കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് റൂമിലോട്ട് കയറി വന്നത്. അന്നേരത്തേനും മുഖമൊക്കെ നനഞ്ഞിരിക്കും, മുഖം കഴിയേക്കുക. അപ്പം ഞാൻ ചിച്ചാൻ കരഞ്ഞോന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇല്ല, ഞാൻ വെള്ളം കുടിച്ചപ്പം മുഖം കഴുകിയതാന്ന് പറഞ്ഞു. തുണി എടുത്ത മോനെ. അത് കഴിഞ്ഞിട്ട്
കുറച്ച് കഴിഞ്ഞിട്ട് ആൾ റൂമിനകത്തോട്ട് കയറി വരുന്നില്ല, പുറത്തൂടെ തന്നെ നടക്കുക. അന്നേരത്തേന് നാസി തന്നെ വിളിച്ചിട്ട് ഇതുപോലെ ചെറിയ വേരിയേഷൻ കാണിച്ചു, അറ്റാക്കിൻ്റെ ചെറിയൊരു ഇതാണെന്ന് അവർ പറഞ്ഞത്. പിന്നെ ഓൾറെഡി അങ്ങനെയല്ല, അറ്റാക്ക് എന്നല്ല, വേരിയേഷൻ കാണിച്ചു. അപ്പം പെട്ടെന്ന് കാർഡിയോ കാണിച്ച് ഒരു റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയി. കാരണം അവർ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, പേടിക്കാനും മാത്രമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ഭയന്നു വെച്ചാൽ അതിലിങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചാൽ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു ചെറിയ ഗബ്രോട്ടൻ ഭയങ്കര കരച്ചിൽ. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ പ്രിൻസ് അങ്ങോട്ട് എടുത്തുകൊണ്ട് അപ്പം ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തൊക്കെ എന്നെ കാണിച്ചു തന്നെ, ഇങ്ങനെ ചെറിയൊരു ഇതുണ്ട്, അപ്പം അത് ചിലപ്പോൾ മാറും എന്നിങ്ങനെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു. പക്ഷേ നമ്മളറിയാവുന്നൊരു ചേച്ചിയാണ് അവിടെ ഉള്ളത്, ആ ചേച്ചി ആ ഹോസ്പിറ്റൽ നടത്തുന്നത്. അപ്പം ആ മേഡം പറഞ്ഞു ഇതുപോലെ വെച്ചോണ്ടിരിക്കണ്ട, കാരണം ഡോറയ്ക്കും കുഞ്ഞിനും വയ്യാതിരിക്കല്ലേ, അപ്പം നമുക്കൊരു റിസ്ക് ഒന്നും എടുക്കണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാമല്ലോ, ഇല്ലെങ്കിൽ സന്തോഷം, ഉണ്ടെങ്കിൽ അത് നമുക്ക് നേരത്തെ അറിയാമല്ലോ, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, കാർഡിയോയിൽ പോയി കാണുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഡോക്ടർ തന്നെ അവിടുന്ന് ഒരു കാർഡിയോ വിളിച്ച് ബുക്കൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര എന്ന് വെച്ചാൽ എൻ്റെ മൈൻഡിൽ വരുന്നതെന്ന് വെച്ചാൽ മോൻ്റെ കാര്യമാണ് വരുന്നത്. ഒന്നും ആയില്ലല്ലോ, സർജറിയും ആയിട്ടില്ല, അതുപോലെ തന്നെ മോൻ്റെ ആണെങ്കിൽ എന്താ പറയുക, ചികിത്സയും നന്നായിട്ട് പോയിട്ടില്ല, അവനെ ഒന്നും ഓക്കെ ആയിട്ടില്ല. അപ്പം പെട്ടെന്ന് എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും, എനിക്ക് ആ ഒരു ടെൻഷനും പേടി. അത് കാരണം ആണെങ്കിൽ കണ്ണങ്ങ് നിറയുക, എനിക്ക് എന്തോന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് കണ്ണങ്ങ് നിറയുക. എന്നിട്ട് ഞാൻ ആസിയെ വിളിച്ചിട്ട് ഞാൻ ഇതുപോലെ കാര്യം പറഞ്ഞിട്ടാ, ഇങ്ങനെ സംഭവമുണ്ട്, കാർഡിയോ കാണാനേ പറഞ്ഞേക്കുന്നത്, ഇങ്ങനെ അതിനകത്ത് വേരിയേഷൻ കാണിച്ചു എന്ന് പറയുന്നുണ്ട്, അപ്പോൾ എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, കുഞ്ഞിൻ്റെ കാര്യമൊന്നും ആയിട്ടില്ല, എന്തോ വേണം ഒന്നും അറിയാൻ വയ്യ. ഞാൻ അവനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം അവനും കേട്ടപ്പോൾ ടെൻഷനായി. അവൻ അന്നേരം പറഞ്ഞ് ഞാൻ വീട്ടിൽ വിളിച്ച് എന്തായാലും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും അറിയാതെ പറയണ്ട, നമുക്കൊന്ന് പോയി കാർഡിയോ കണ്ടു നോക്കാം, കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിഞ്ഞതിന് ശേഷം പറയാം, ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പറയണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്നുള്ളതെന്ന് ആദ്യം കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് സത്യത്തിൽ ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയി. അവനെന്തെങ്കിലും പറഞ്ഞില്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എന്തായാലും വീട്ടിൽ പറഞ്ഞിട്ട് ആരുടെങ്കിലും പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ എന്ത് ചെയ്ത് ഡോറേനെ വിളിച്ചു. ഞാൻ പറഞ്ഞിട്ട് അവൾ ടെൻഷനാവും, പറയണ്ട, നമുക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അന്നേരം പറഞ്ഞില്ല, എന്തായാലും അവൾ അറിഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ വിളിച്ച് പറയുന്നത്. പക്ഷേ അന്നത്തെ ദിവസം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. എന്നുവെച്ചാൽ എനിക്ക് ഈ പേടി, എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ ഇവർക്ക് ആരുണ്ട്, കുഞ്ഞിനൊന്നും എന്നുവെച്ചാൽ കൂടുതൽ എൻ്റെ കുഞ്ഞിൻ്റെ മൈൻഡാണ് വരുന്നത്, അവനൊന്നും ആയിട്ടില്ലല്ലോ, അപ്പം എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് ആര് നോക്കും, എനിക്ക് ഭയങ്കര ആ ടെൻഷൻ ഫുള്ള്. അത് കാരണം ഉറങ്ങിയിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം എന്താ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്, നീ പെട്ടെന്ന് സൈലൻ്റായ. പിന്നെ പിറ്റേ ദിവസം പത്മാവതി, ഇത് പഴയ പത്മാവതി, ഇപ്പോഴത്തെ അസ്റ്റർ, അപ്പോൾ അവിടെയാണ് അവിടുത്തെ മേഡം വിളിച്ച് ബുക്ക് ചെയ്തത്. അപ്പം നാസിക്കാണെങ്കിൽ ഒരു തരത്തിലും അവിടെ കൊണ്ടുപോകുന്നതിന് താല്പര്യമില്ല. അന്നേരം പറഞ്ഞ് വാപ്പായുടെ എക്കോ ഒക്കെ എടുത്തതും വാപ്പായുടെ കാർഡിയോ കാണിച്ചതൊക്കെ അവിടെയാണ്, ചങ്ങംകുളങ്ങരല്ല, ഏത് നാസിയുടെ വാപ്പാടെ. പിന്നെ നമുക്ക് അത്യാവശ്യം പരിചയമുള്ള ഹോസ്പിറ്റലുമാണ്, അത്യാവശ്യം അവിടെ എല്ലാവരും നമുക്ക് പരിചയമുണ്ട്. അപ്പം അവനെന്തരം പറഞ്ഞു, നമുക്ക് എന്തായാലും അവിടെ പോയി കാണിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വന്നോളാം, നീ അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് വിളിക്കുന്നോടും അറിയുന്നോടും വരെ ഇവിടെ മനുഷ്യൻ ടെൻഷൻ അടിച്ച് കൊച്ചിനൊന്നും എടുത്തില്ല. അന്നത്തെ ദിവസം പിന്നെ എന്നെ അങ്ങനെ എടുക്കേണ്ടതൊന്നും വന്നില്ലായിരുന്നു. ഞാൻ അല്ല, മേഡം എന്നോട് പ്രത്യേകം പറഞ്ഞു വെയിറ്റ് ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ദിവസത്തേക്ക് നീ വെയിറ്റ് ഒന്നും എടുക്കണ്ട, ചിലപ്പോഴാണെങ്കിൽ മസിൽ പെയിനും ആകാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതുകൊണ്ട് നീ വെയിറ്റ് ഒന്നും എടുക്കണ്ട, എപ്പോഴും ഇങ്ങനെ വെയിറ്റ് എടുക്കില്ലേ, അവളെയും കുഞ്ഞിനെ എടുക്കുന്നില്ലേ. എന്നിട്ട് എന്നെ ഇങ്ങനെ വഴക്കുന്നു, എപ്പോഴും എന്തിനാ നീ ഇങ്ങനെ കുഞ്ഞിനെ എടുക്കുന്നത്, കുഞ്ഞിനെ നിലത്ത് വയ്ക്കണം, ഇച്ചിരി നേരം കരഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മാറിക്കോളൂ. അതായത് ആ മേഡം സംസാരിക്കുന്ന ശൈലിയൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്, ഒരു പ്രത്യേക വൈബാണ് മേഡം കേട്ടോ, ഒരു പ്രത്യേക രീതിയിലാണ് സംസാരിക്കുന്നത്. അത് എന്ത് കാര്യം പറഞ്ഞാലും മുഖത്ത് നിറഞ്ഞ ചിരി ഉണ്ടാവും, എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മേഡം കുത്തുന്നതൊക്കെ ഉണ്ടല്ലോ, ഒരു പൊടി പോലും വേദന അറിയത്തില്ല. അല്ല എന്നെ കുത്തിയത് മറ്റേ കൊച്ച, ഇവിടെ വന്ന് നിനക്ക് ബ്ലഡ് എടുത്തില്ല, ആ കൊച്ച ഇവിടെ വന്ന് എന്നെ കുത്തിയത്. നമ്മുടെ പ്രിൻസിക്ക് അവിടെ കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്ത സമയത്ത് പ്രിൻസിക്ക് ഭയങ്കര പേടിച്ചിട്ട്, പ്രിൻസി ഭയങ്കര കരച്ചിൽ, ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ മേഡം വന്നിട്ട് കൂളായിട്ട് വന്ന് കുത്തിയിട്ട് കൂളായിട്ട് മേഡം അങ്ങ് പോയി. അത് പ്രിൻസി ഇവിടെയാണ്, വല്യമ്മേനെ ഇരുത്തിയാണ് കുത്തി വെച്ചത്, എന്നെ കിടത്തിയാണ്. അതായത് ആ മേഡത്തെ ഒരു പ്രത്യേക വൈബാണ് മേഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര രസമാണ്, സംസാരവും രീതി എല്ലാം പ്രത്യേകമാണ്. അപ്പം എനിക്ക് അത്രയും നമ്മളെക്കുറിച്ച് അത്രയും അറിയാവുന്നതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് വേറൊരു ഹോസ്പിറ്റലിൽ കാർഡിയോ കാണാൻ വേണ്ടി സജസ്റ്റ് ചെയ്തത്, മിക്കവാറും അതുകൊണ്ടായിരിക്കും. പിന്നെ ചിന്തിച്ചപ്പം ഞങ്ങൾക്ക് അങ്ങനെ തോന്നി, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. രാത്രിയിൽ പിന്നെ വന്നിട്ട് എനിക്ക് കുഞ്ഞിനെ ഇരുന്നുകൊണ്ട് തന്നെ മരുന്നൊക്കെ ഇച്ചാൻ കൊടുത്ത് എടുത്തില്ല അവന്. പിന്നെ എന്നെ അങ്ങനെ എടുക്കേണ്ട വന്നില്ല, ഞാൻ തന്നെ സ്ട്രെച്ചർ വെച്ച് മൂത്രമൊഴിക്കാനൊക്കെ പോയി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിട്ട് അവനെ 2 ദിവസം കുളിച്ചില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ
ഒരു ദിവസം 2 ദിവസം ഇല്ല. 2 ദിവസം അന്നും കുളിച്ചില്ല, പിറ്റേ ദിവസം കുളിച്ചില്ല, അതിന്റെ പിറ്റേ ദിവസം കുളിച്ചത്, 3-ാം ദിവസം കുളിച്ചത്. അത് അറിഞ്ഞിട്ട് വന്നതിന് ശേഷമാണ് എനിക്ക് പേടിയാടെ. കാരണം വെച്ചാൽ ഇവിടുത്തെ ബാത്റൂം ദൂരെയാ, പിന്നെ എടുത്തോണ്ട് പോകണം. എടുത്തോണ്ട് തന്നെ പോകാനും സ്ട്രെച്ചർ വെച്ചും പോകാൻ പറ്റത്തില്ല. സ്ട്രെച്ചർ വെച്ച് കൊട്ടും പോകാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ വീടിൻ്റെ പഴയ ഫൗണ്ടേഷൻ കഴിഞ്ഞ് താഴോട്ടാണ്. ഫൗണ്ടേഷൻ മൊത്തം പൊളിച്ചിട്ടേക്കുമല്ലേ. അപ്പോൾ അതിലെ കൂടെ സ്ട്രെച്ചർ വെച്ച് നടക്കാൻ പറ്റത്തില്ല, വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് നടന്നു പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ കല്ലിങ്ങനെ അടക്കം. മാത്രമല്ല നമ്മുടെ ബാത്റൂമും ആ അടുക്കള പോലെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന സംഭവം ഇടിഞ്ഞു വീണത് അത് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. നമ്മൾ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കല്ലും ആ തൂണും എല്ലാം ഇപ്പോഴും അവിടെ കിടക്കുക. അതൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. എനിക്കങ്ങനെ ഒറ്റയ്ക്ക് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ഒന്നെന്ന് വെച്ചാൽ എനിക്കങ്ങനെ വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല. നോർമലായിട്ട് എനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല. വെയിറ്റ് എടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കിതപ്പും കാര്യങ്ങളും വരും. എനിക്ക് ശ്വാസം മുട്ടലുള്ളതുകൊണ്ട് വാൾവിന് ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് വെയിറ്റ് എടുക്കുമ്പോൾ ഡോറയെ തന്നെ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഒരു അന്ന് ഞാൻ പറഞ്ഞില്ല മണ്ടത്തുരുത്ത് പോയപ്പോൾ എനിക്കങ്ങ് കുറച്ച് ദൂരം ഡോറയെ തന്നെ എടുത്തുകൊണ്ട് നടക്കുമ്പം ഞാൻ ഭയങ്കരമായിട്ട് കഥയ്ക്കും. ഭയങ്കരമായിട്ട് കഥയ്ക്കും വെച്ചാൽ ഭയങ്കരമായിട്ട് കഥയ്ക്കും. അന്യായ കഥപ്പായിരിക്കും. അത് എല്ലാവരും എന്നെ വഴക്കുറയും മേലനങ്ങാതിരിക്കുന്നുണ്ട്. പക്ഷേ മേലനങ്ങാതിരിക്കുന്നുണ്ടല്ല, ഞാനിപ്പോൾ ഒരു ഇച്ചിരി വിറകൊന്ന് കീറിയാലോ അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് മണ്ണ് എവിടെയെങ്കിലും ചെറിയൊരു തൂമ്പ എടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ചീനിക്ക് ഒരു തടം വെട്ടിയാലും മതിന്ന്. ചീനി ഇവിടെ ഇല്ല. ഞാൻ വിചാരിച്ചു ചീനിക്ക് ഒരു തടം വെട്ടിയാലും മതി. ഇവിടെ എന്താ വാഴാട്ടോ ഞാനല്ലേ, ഞാൻ അതുകൊണ്ടാണ് ഒരു വാഴന്റെ തൊടുപുഴയിൽ നിന്ന് ഇങ്ങോട്ട് പൊക്കിക്കൊണ്ട് വന്നതും. അതുകൊണ്ടാണ്. സത്യമാണ് ഞാൻ പറഞ്ഞത്, നീ കള്ളമല്ല, സത്യം പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ കുഴിയൊക്കെ കുത്തുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് തലയ്ക്കകത്തോട്ട് ഇങ്ങനെ രക്തം ഓടി കയറുന്ന പോലെ ആവും. ഇത് ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്ലഡ് ഭയങ്കര സ്പീഡിൽ പമ്പ് ചെയ്യുന്ന പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവും. എന്നിട്ട് പിന്നെ എനിക്ക് ഭയങ്കര തലകറക്കമായിരിക്കും. ഭയങ്കര തലകറക്കം വെച്ചാൽ ഭയങ്കര തലകറക്കമായിരിക്കും. അതൊക്കെ കൊണ്ട് അങ്ങനെ വെയിറ്റുള്ള ഒന്നും ഞാൻ ചെയ്യാറില്ല സാധാരണ. അപ്പം അതിൻ്റെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് എടുത്തുകൊണ്ട് ഞാൻ നടക്കുവാണല്ലോ, അതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ ഈ ബുദ്ധിമുട്ട് വന്നത്. അതുപോലെ നെഞ്ചുവേദന വെച്ചാൽ അങ്ങനെ മൊത്തത്തിലല്ല വേദന. ഈ ഒരു ഭാഗമില്ലേ, ഇവിടുന്ന് ഇങ്ങനെയാണ് എനിക്ക് വേദന. അതായത് കൂടുതൽ എനിക്ക് വേദന തോന്നുന്നതെന്ന് വെച്ചാൽ തിരിയാനൊന്നും പറ്റത്തില്ല, കിടന്നിട്ട് തിരിയാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ കുനിഞ്ഞിട്ട് എഴുന്നേക്കാൻ ഭയങ്കര വേദനയാണ്. ശ്വാസം എടുക്കാൻ പറ്റുന്നത്, ശ്വാസം എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കിതച്ച ഞാൻ ശ്വാസം എടുക്കുന്നത്. അതുപോലെ തന്നെ ഡോറേനെയൊക്കെ എടുക്കുന്ന സമയത്തും ഞാൻ ഡോറയോട് പറയും വേദനയുണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് പോയി കാണിച്ചത്. എന്തായാലും പിന്നെ എക്കോ ഒക്കെ എടുത്തു, ECG എടുത്തു, എക്സ്റേ എടുത്തു. ECGയിൽ അവിടെയും ചെന്നപ്പോഴത്തേക്ക് ആ ഒരു ചെറിയ ഇവിടെ കാണിച്ച ആ ഒരു ഇത് അവിടെയും കാണിക്കുന്നത്. അപ്പോൾ പറഞ്ഞു അങ്ങനെ പേടിക്കത്തക്ക രീതിയിലൊന്നും ഒന്നുമില്ല. പിന്നെ എന്താ പറയുന്നത്, കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട്. ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ മസിൽ പെയിൻ ആയിരിക്കും. മസിൽ പെയിൻ ആണെന്ന് പറഞ്ഞില്ല, ചിലപ്പോൾ മസിൽ പെയിൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അത് പെയിന് വേണ്ടിയിട്ട് ഒരു ഗുളിക തന്നിട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ ചെല്ലണമെന്ന് പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞിട്ട് ചെന്ന് കാണിക്കാൻ പറഞ്ഞു. അന്നേരം എന്തോ ഒരു ടെസ്റ്റും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ ടെസ്റ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ആക്കാം ഹാർട്ടിന് മറ്റോ കുഴപ്പമൊന്നുമില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, എക്സ്റേ എടുത്തു, ECG എടുത്തു, എക്കോ എടുത്തു, സകല സംഭവം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അന്നേരം കുഴപ്പമൊന്നുമില്ല, അതിനകത്തെല്ലാം നോർമലാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇനി ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പം കൺഫേം ആവും ഒരു പ്രശ്നമില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അതുകൊണ്ടാണ് പിന്നെ നമ്മളങ്ങനെ വീഡിയോസൊന്നും കാര്യങ്ങളും ചെയ്യാതിരുന്നതൊക്കെ. ഇതൊക്കെ എത്രയും ചില നമ്മളൊന്ന് എപ്പോഴെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തോ പറ്റിയടി, എന്താ കോഴി കൂവുന്ന? പെടക്കോഴി കൂവി. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാർ നമ്മുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുക്കളയിലോട്ട് കയറണം. കൈ തരിക്കുന്ന മോളെ എനിക്ക് അസുഖമായ പിന്നെ ഞങ്ങൾ തമ്മിൽ പോരുണ്ടാക്കിയിട്ടില്ലല്ലേ. ശരിയാ, കടിയൊന്നും കിട്ടിയിട്ടില്ല, കടിയും കിട്ടിയിട്ടില്ല, പെച്ചും കിട്ടിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും കൊടുക്കണ്ട. എന്താ ഞാൻ കൈ പിടിച്ചേക്കുവാ, എന്തുറ്റി? നല്ല കൈ, നല്ല സോഫ്റ്റ് കൈ. എന്താ നോക്കട്ടെ, നല്ല കൈ. അവിടെ അല്ല കൈ ഇരിക്കുന്നത്, കൈ ഇവിടെ ഇരിക്കുന്നത്. കൈ ഇത് കിട്ടാനില്ല, കണ്ട തെന്നി പോവാ. നോട്ടെ, ഇല്ല നോക്കട്ടെ, നോക്കട്ടെ. അപ്പൊ കൂട്ടുകാരെ, ഇത്രയൊക്കെയുള്ള നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.